ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് താരനുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് താരം മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നൊരു റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല, എല്ലാവരും ക്ഷമിക്കുക. ഓരോ ദിവസവും ഓരോ കണ്ടൻറ്റ് ഞാൻ നോക്കിയിട്ടാണ് ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇടാത്ത കണ്ടൻറ്റ് നോക്കി നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ളതാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ താരന് വേണ്ടി പെട്ടെന്നൊരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാം. അതായത് നമ്മൾ തേങ്ങായുടെ പാല് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലൊരു കട്ടിക്ക് പിഴിഞ്ഞെടുക്കുക. നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് കട്ടിയായിട്ട് അതിനെ അടിച്ചെടുക്കുക. അതിന് ശേഷം അതിൽ ഒരേ ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത ശേഷം ഇത് തലയിൽ കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഇത് ഒരു 10 മിനിറ്റ് മാത്രമേ ഇട്ടേക്കാവൂ. കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങളത് ചെയ്യുക. രണ്ടാമത് നമ്മളെ വീട്ടിൻ്റെ നമുക്ക് താരൻ കൊണ്ട് മുടി കൊഴിച്ചിൽ ഒരുപാട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഒരുപാട് താരൻ്റെ ടിപ്സൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന താരനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്ന മരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു താരനുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാരങ്ങ നീര് വെള്ളത്തിൽ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഉഴിഞ്ഞി എന്ന് പറയുന്നൊരു സംഭവം കിട്ടും. അതായത് ഒരു ചെടി, ഒരു പച്ചിലയാണ്. അത് നല്ലതുപോലെ ചതച്ച ശേഷം ഇതിൻ്റെ നീരോടെ ഇതിൽ ആഡ് ചെയ്ത ശേഷം ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ തലമുടി വളരാൻ വേണ്ടി ഇനി ഇതുപോലൊരു സംഭവം ഇല്ല. ചതച്ചത് നീരെടുത്ത് തലയിൽ തേച്ചാൽ തലമുടിയും വളരും, താരനും പോവും, മുടി നല്ല സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും. അപ്പം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ കീഴാർനെല്ലി നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ ഈ കീഴാർനെല്ലി കിട്ടുകയാണെങ്കിൽ ചതച്ച ശേഷം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വാഷ് ചെയ്ത് നോക്കൂ. കീഴാർനെല്ലിയുടെ ഉപയോഗം കൊണ്ട് മുടി വളരുകയും ചെയ്യും, താരനെല്ലാം പോവുകയും ചെയ്യും. അതുപോലെ വേണമെങ്കിൽ നമുക്ക് തൈര് യൂസ് ചെയ്ത് തല കഴുകിയാൽ തൈര് ഒരു അരമണിക്കൂറോ 20 മിനിറ്റൊക്കെ ആൾക്കാർക്ക് പറ്റുന്ന രീതിയിൽ ഇട്ടിരുന്ന ശേഷം തലമുടി കഴുകുകയാണെങ്കിൽ താരൻ അപ്രത്യക്ഷമാവും. അപ്പോൾ ഇതൊക്കെയാണ് താരനുള്ള ടിപ്സ്. ഇനി ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം. ഞാൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വട്ടത്തിൽ മുടി ഒഴിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. അതിന് നമ്മുടെ പാവലിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ ശേഷം ആ നീരെടുത്തതിന് ശേഷം അതേ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ഒരു മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വട്ടത്തിൽ മുടി ഒഴിഞ്ഞ ഭാഗത്ത് നല്ല എന്ത് ചെയ്യും, കുഞ്ഞു കുറ്റി തലമുടിയായിട്ട് പൊടിച്ച് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ടിപ്സ് എല്ലാം കണ്ട ശേഷം ഇതുപോലെ ചെയ്തു നോക്കുക. അപ്പോൾ വീണ്ടും കാണാം. പക്ഷേ നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എങ്കിൽ നാളെ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ടാറ്റ ബൈ, എല്ലാവർക്കും ടാറ്റ.